എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കാണാനില്ല. മുഹമ്മദ് അപ്രീത്, മുഹമ്മദ് ഹാഫീസ്, ആദിൽ മുഹമ്മദ് എന്നിവരെയാണ് കാണാതായിരിക്കുന്നത്. രാവിലെ 10:30 മണിയോടെയാണ് ഈ കുട്ടികളെ കാണാതായിരിക്കുന്നത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും. എന്താണ് അമൽ സുരേന്ദ്രൻ സംഭവിച്ചത്? ഈ കുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? SKN അക്ഷരാർത്ഥത്തിൽ നാട്ടുകാരും കുടുംബക്കാരും എല്ലാം ഈ കുട്ടികളെ കാണാതായതിനെ തുടർന്ന് വല്ലാത്തൊരു ആശങ്കയോട് കൂടിയാണ് ഇപ്പോഴും തുടരുന്നത്. ഇന്ന് രാവിലെ 10:30ക്കാണ് 3 കുട്ടികളെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കാണാതാകുന്നത്. മുഹമ്മദ് അഫ്രീദ്, മുഹമ്മദ് ഹാഫിസ്, ആദിൽ മുഹമ്മദ് എന്ന പേരായ 3 കുട്ടികളെയാണ് കാണാതായത്. 15 വയസ്സുള്ള 2 കുട്ടികളെയും 13 വയസ്സായ ഒരു കുട്ടിയെയുമാണ് കാണാതായത്. ഇതിൽ ഈ കുട്ടികൾ കാണാതായതിനെ തുടർന്ന് വീട്ടുകാരെല്ലാം പോലീസിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് വ്യാപകമായ തിരച്ചിലാണ് റെയിൽവേ സ്റ്റേഷനുകളിലും അന്യ സംസ്ഥാനങ്ങളിലെ പോലീസുമായി ബന്ധപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ഏതായാലും നമുക്ക് വീട്ടുകാരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ മാത്രം പറയുക. കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നമുക്ക് അവരെ കണ്ടെത്തുവാനും സാധിക്കും. പക്ഷേ അവർ എങ്ങനെയായിരുന്നു അവരെ കാണാതെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? രാവിലെ 10 മണി മുതൽ ഇവരെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ കാണാനില്ല. കൂട്ടുകാരന്മാരുടെ ചോദിച്ചു, കൂട്ടുകാരന്മാർ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഡബ്ബ നോക്കിയപ്പോൾ ഡബ്ബയിൽ ഉണ്ടായ 3000 രൂപ കാണുന്നില്ല. പിന്നെ ഫോണിൽ ഇവരടിച്ചിട്ടുണ്ട്, കൊച്ചി ടു ഗോവാന്നും പറഞ്ഞിട്ട് ഫോണിൽ അടിച്ചിട്ടുണ്ട്. ട്രാവൽ ടിക്കറ്റിൻ്റെ പൈസയും ഇതെല്ലാം അവർ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ട്രാവൽ സ്റ്റേഷനിലൊക്കെ മുഴുവനും ഞങ്ങൾ അന്വേഷിച്ചു, അവിടെ ഒന്നും കണ്ടിട്ടില്ല. പറയാൻ ഡ്രൈവിങ്ങിൽ അവിടെ പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നേരം വരെ ഒരു അറിവുമില്ല. പിന്നെ ഫേക്ക് ന്യൂസ് തന്നെ ഉണ്ട്, മറ്റേ ഷൊർണൂർ വെച്ച് കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. അത് വെറുതെ പറഞ്ഞതാണ്. പോലീസുകാരുടെ ചോദിച്ചപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാന്നാണ് പറഞ്ഞേക്കണത്. ഇപ്പോൾ ഇവരുടെ കൂട്ടുകാരോട് സംസാരിച്ചിരുന്നു. ആ കൂട്ടുകാരുമായി കുട്ടികൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു യാത്ര പോകുന്നതോ അല്ലെങ്കിൽ മറ്റെങ്ങോട്ടെങ്കിലും പോകുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു കൂട്ടുകാരൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഗോവക്ക് പോവും അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകുമെന്ന് ഒരു കൂട്ടുകാരൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസത്തിന് മുമ്പ്. ഇവരിങ്ങനെ യാത്ര പോകാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ തന്നെയായിരുന്നു? അങ്ങനെ പോകാറൊന്നുമില്ല. ഇടയ്ക്ക് ഞങ്ങൾ കൊണ്ടുപോകണം എവിടേക്കെങ്കിലും, അല്ലാണ്ട് അവർ ഒറ്റക്കൊന്നും ഇതുവരെ പോയിട്ടൊന്നുമില്ല. സ്കൂളിൽ നിന്നൊന്നും അങ്ങനെ വിട്ടിട്ടൊന്നുമില്ല. ഈ കുട്ടികൾ ഏതായാലും ട്യൂഷന് ചേർക്കാൻ, അതായത് ഈ കുട്ടികളിൽ ഒരാളെ ട്യൂഷന് ചേർക്കാൻ വെച്ചിരുന്ന 3000 രൂപ എടുത്തിട്ടുണ്ട് എന്നാണ് ഈ 2 കുട്ടികളുടെ പിതാവായ അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ഏതായാലും കുട്ടികൾക്ക് വേണ്ടിയുള്ള വ്യാപക തിരച്ചിലാണ് ഫോർട്ട് കൊച്ചി പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികൾ പോകുന്ന ഒരു സമയത്ത് അവർ മാസ്ക്, ഈ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കടയിൽ നിന്ന് 3 മാസ്കുകൾ വാങ്ങി കയ്യിൽ കരുതിയിരുന്നു എന്നൊരു പ്രദേശവാസി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വാർത്ത 10:30 കൂടി ഉണ്ടാവുന്നതിന് ശേഷം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി കുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ കിട്ടിയെന്ന തരത്തിൽ തെറ്റിദ്ധാരണ പടർത്തുന്ന തരത്തിലുള്ള ഒരു വാർത്തകൾ ഉണ്ടാകുന്നുണ്ട്. അത് ആരും വിശ്വസിക്കരുത്. ഏതായാലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് നാട് മൊത്തം ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ കുട്ടികളെ കണ്ടെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാവരും ഉള്ളത്. SKN. ഓക്കെ, താങ്ക് യു. എന്തായാലും കുട്ടികളെ കാണുന്നവരോ ഈ ചിത്രം നിങ്ങൾ ഒന്നുകൂടെ നോക്കിക്കൊള്ളുക. പ്രേക്ഷകർ ഈ കുട്ടികളെ കാണുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബന്ധുക്കളുമായോ ബന്ധപ്പെടണം എന്നാണ് നമ്മൾ പറയുന്നത്. ഒരിക്കൽ കൂടി കാണിച്ചു തരാം ഈ 3 ചിത്രങ്ങളും.